ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സെലിബ്രേഷൻസിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ഇതിൽ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ നമ്മളിതിൽ ഷുഗർ സിറപ്പിന് പകരം പൈനാപ്പിൾ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പൈനാപ്പിൾസിൻ്റെ ചങ്ക്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനായിട്ട് നല്ല പൈനാപ്പിൾ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളക്കട്ടെ. പൈനാപ്പിൾ അതിൽ കിടന്നിട്ട് കുറച്ച് അങ്ങോട്ട് വേവണം. ഇനി നമ്മൾ സാധാരണ കേക്ക് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ വെനില സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് വെനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി. അത് കാരണം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ പൈനാപ്പിൾ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് അതങ്ങോട്ട് പറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കേക്കുകളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ളൊരു കേക്കാണ്. നമുക്ക് ടേസ്റ്റിനാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളത് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റിൻ്റെ കൂടെ നമ്മൾ പൈനാപ്പിളിൻ്റെ ആ ഒരു പൈനാപ്പിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിത് നല്ല പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒറിജിനൽ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടിൻഡ് പൈനാപ്പിൾ കിട്ടും. അതാണെങ്കിൽ അത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ട് പൈനാപ്പിൾ സിറപ്പ് അങ്ങനെ വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് മുകളിലായിട്ട് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ പൈനാപ്പിൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലായിടത്തും നല്ലതായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഗനാഷ് തയ്യാറാക്കി എടുത്താണ്. വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടിയിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൈനാപ്പിളിൻ്റെ എസെൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളറും ചേർക്കുന്നുണ്ട്. ഒരുപാട് പൈനാപ്പിളിൻ്റെ എസെൻസ് ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും, ടേസ്റ്റ് അധികമാവും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറും പിന്നെ കുറച്ച് പൈനാപ്പിൾ എസെൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. 4 സൈഡിലും ജസ്റ്റ് ഒന്ന് ഒലിച്ചിറങ്ങുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ അതെല്ലായിടത്തും കൂടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമും കൂടിയിട്ടൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 ഷെയ്ഡാകുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാവും കാണാൻ.
നമുക്ക് വലിയ വലിയ ഫ്ലവേഴ്സായിട്ട് വെച്ച് കൊടുക്കാം. ഡെക്കറേഷൻ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രം. ക്യാമറയിലിപ്പോൾ കളറിന് ചെറിയൊരു ഡിഫറൻസിലോ ഇതിനേക്കാളും ഒന്നും കൂടിയും ലൈറ്റ് കളറാണ് കേട്ടോ. ഒന്നുകൂടി നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിരുന്നു. പക്ഷെ ക്യാമറയിലെടുത്തപ്പോൾ ജസ്റ്റ് ആ കളർ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ ഡിസൈനിങ് പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ നമ്മൾ ആ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആ ഒരു രസം ഉണ്ടാവില്ല. കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ ബോൾസ് എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഒരുപാട് നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. ഞാൻ പറഞ്ഞല്ലോ, സെലിബ്രേഷൻസിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ കേക്ക് തന്നെയാണ്. പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന നല്ല അടിപൊളി പൈനാപ്പിൾ കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്